അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോന്റെ താഴത്തായിട്ട് ഒരുപാട് ബാഡ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അതായത് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നമ്മളെ രണ്ടാം അച്ഛൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടില്ലായിരുന്ന. അപ്പോൾ ആ വീഡിയോന്റെ താഴത്തായിട്ട് ഇങ്ങനെ കുറേ ബാഡ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കണോ, അതേപോലെ ആ മോൻ ഇത് കണ്ട് വളരൂലേ, അങ്ങനെയുള്ളത്. ജാനുസേ ഇങ്ങോട്ട് നോക്ക്. ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ലേ, അത് ജാനുസ് എന്താ പറയാനുള്ളത്? ആ അത്രേ ഉള്ളൂ, നമ്മൾ അത്രേ ഉദ്ദേശിച്ചല്ലേ. ജാനസ് ഇന്നലെ പപ്പ അങ്ങനെയെല്ലാം ചെയ്തിട്ട് സങ്കടമായ? എന്താ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തല്ലേ അല്ലേ? അല്ലാതെ ജാനുസിനോട് പപ്പ അങ്ങനെയാണോ നിക്കല്? ഹാപ്പി അല്ലേ ജാനുസ്? വെറുതെ പറഞ്ഞു കേട്ടോ. നമ്മളെ മുത്തല്ലേ, ഇത് നമ്മളെ മുത്തല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യോ? നമ്മളെ കുഞ്ചാര കുട്ടനല്ലേ അല്ലേ ഗൈസ്? പിന്നെ ഗൈസ്, പിന്നെ മറ്റൊരു കാര്യം എന്താ അറിയാം, നമ്മളെ ധ്യാനക്കൂട്ടന്റെ ബർത്ത്ഡേ ആട്ടോ മറ്റന്നാള്, അതായത് 25 അല്ല, ഇന്നല്ല 25-ാം തീയതി. അപ്പോ ധ്യാനൂസിന്റെ സ്കൂളിൽ കൊടുക്കാനുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പൊ നാളെ വെള്ളിയാഴ്ച, മറ്റന്നാൾ ശനിയാഴ്ച ആയതുകൊണ്ട്, ശനിയാഴ്ച ആയിട്ട് ഇവന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് സ്കൂളിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, സ്കൂൾ ലീവല്ല. അതുകൊണ്ട് ഞങ്ങൾ നാളെ കൊടുക്കാന്ന് വിചാരിച്ചു സ്കൂള്. അപ്പൊ അതിന്റെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതേ ക്രയോൺസ് ആട്ടോ വാങ്ങിയിരിക്കുന്നത്. ക്രയോൺസും അതുപോലെ മുട്ടായി നമ്മൾ കൊടുക്കുന്ന ഒരു വെറൈറ്റി, എല്ലാവരും പല കൊടുക്കല്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതുപോലെ ഒരു കൊട്ടയാക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, കൊട്ടയാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുട്ടായി ഇട്ടിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. ലതാനു ഞാനും കൊടുക്കും. അമ്മ പപ്പന്റെ ബുദ്ധിയല്ല, അമ്മേന്റെ ബുദ്ധിയാ ഇത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടതാ. അപ്പൊ ഇത് നമ്മുടെ എന്തായിരുന്നു, ഇത് ഡിസ്പോസിബിൾ ഗ്ലാസ്സില് ചെയ്യാൻ പറ്റുന്നത്. ഇതാണേലും പിള്ളേർക്ക് ഇഷ്ടം, ഒരു വെറൈറ്റി അല്ലേ. എനിക്കത് ഇഷ്ടായി. അപ്പൊ ഞാൻ LKG ഇവ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഇങ്ങനെ തന്നെ കൊടുത്തേ. ഈ കൊല്ലം ഇങ്ങനെ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. കണ്ടോ, ഒരു നല്ലൊരു രസം, ഒരു കൊട്ട കൊണ്ട. ഇത് നീ കൊണ്ട കൊടുക്കും എന്താ പറയാ കുട്ടികളോട്? പക്ഷെ ബർത്ത്ഡേന്റെ അന്നല്ല. ബർത്ത്ഡേ പറയാ നീ, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. അയ്യാ, ഓരോണ്ട് അങ്ങനെയല്ല. നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് അമ്മ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൊണ്ടുപോയിട്ട് മറ്റന്നാള് തരാൻ പറ്റൂലാത്തത് കൊണ്ട് നമ്മൾ നാളെ കൊടുക്കുന്ന. ഇത് ഗൈസ്, ഇവൻ ബർത്ത്ഡേക്ക് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താന്ന് ഓർമ്മയില്ല നിനക്ക്? ഇവന് വയസ്സ് എത്രയാണെന്നറിയോ? ഇവന് വയസ്സ് 7 വയസ്സായി. എന്നിട്ട് ഇവൻ ഇപ്പൊ 8ാമത്തെ വയസ്സിലേക്കാ പോന്നെ. എന്നിട്ട് ഇവന് ടോയ്സ് വേണം പറഞ്ഞിട്ട് കളിക്കാൻ. ഇവൻ എന്നെ വിളിക്കുന്നറിയോ? എന്നാ വിളിക്കുക? വായാറ്റൂലുള്ള പോലെ മുഴുവാഴിയാ. നീ കേൾക്കുന്നുണ്ട് അതെല്ലാം? നീ കേൾക്കുന്നുണ്ടാ? ഞാൻ അതിലും വലിയ തിരക്കിലാണ് സഹോദരന്മാരെ. അപ്പൊ ഗൈസ്, അപ്പോ നമ്മളെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് കാണുക. എന്നിട്ട് അതിന്റെ എന്താണ് നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാട്ടോ അതിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു വീഡിയോ ആക്കി എടുത്തൊരു മാറ്റിയിരിക്കുന്നത്. അല്ലാതെ നമ്മളെ ധ്യാനസം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊന്നും കെട്ട അല്ല മനസ്സേ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മള് അടുത്ത ഒരു പറഞ്ഞോ. എനിക്കൊരു കാര്യം, തെറി പറയുമ്പോ നിങ്ങൾ ആ ക്യാരക്ടറിനെ തെറി പറയുക. അത് പറയണം ഞാനും വിചാരിച്ചാ. നിങ്ങള് നമ്മളെ അങ്ങനെ ഇത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ അങ്ങനെയല്ല. അതായത് നമ്മള് റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളത് അതായത് നമ്മൾ ഒരു മെസ്സേജ്, നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോക്ക് ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് നമുക്ക് ഭയങ്കര ഒരു നിർബന്ധമുള്ള ഒരു ഇതാണ്. നമ്മുടെ പോളിസി അതാണ് അല്ലേ. അത് ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസും, ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോന്റെ അകത്തും ഒരു ചെറിയൊരു നമുക്കുണ്ടാവുന്ന ചെറിയൊരു മെസ്സേജ് നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, പറഞ്ഞ് നമ്മൾ വലിപ്പിച്ച് മുഷിപ്പിക്കുന്നില്ല. അപ്പൊ നാളെ നമ്മളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പുതിയ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ കറക്റ്റ് 7:10 7:20 ഉള്ളിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഓക്കെ, ബായ്. എന്താ കട്ടായി പോയി? ഇതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് എക്സ്ട്രാ വാങ്ങണം. ഇത് വാങ്ങുന്ന സമയത്ത് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കറക്റ്റ് എടുത്തിട്ട് വാങ്ങുന്നത്. ഞാൻ പറഞ്ഞ് ഒരു 5 എണ്ണം ജാസ്തി വാങ്ങിക്കോ. വേണ്ട, എന്തിനാ അതെന്ന്. അപ്പൊ ഇപ്പൊ മനസ്സിലായി എന്താന്ന്. ഇതാണ് പറയുന്നത്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിർക്കും. മനസ്സിലായ? ഓക്കെ ഗായ്സ്.